നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ ഈ ഫയലൊക്കെ എടുക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയതായിരുന്നു? അല്ലേട്ടാ, ഏട്ടനില്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ? പിന്നെ ഡ്രസ് ഇത് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. നീ ഒരു ചായ എടുക്ക. വർഷ എവിടെയോ പോവാൻ ഇറങ്ങിയതാ. ഇവിടെ പോവാൻ ഇറങ്ങിയതായിരിക്കും അവള്. ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിനക്കിപ്പോഴും വായനയൊക്കെ ഉണ്ടോ? ഇപ്പൊ വളരെ കുറവാ. വായിക്കണമെങ്കിലും വേണം മനസ്സിനൊരു സന്തോഷം. എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരുമ്പോ എങ്ങനെയിരുന്ന പെണ്ണ, സിനിമാ നടിമാര് പോലും തോറ്റു പോവായിരുന്നു. അത് കണ്ട മനോജ് പിന്നാലെ കൂടിയത്. അവനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല, പാവം. അവൻ നിന്നെ വിളിച്ചിരുന്നോ? ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി ഉരുമിട്ടവളാ, വന്ദന. അവളെ വെറുതെ വിടരുത്. അവൾക്കിട്ടൊരു പണി കൊടുക്കണം. ഹരിതേ, എനിക്ക് വന്ദനയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എന്നെപ്പോലെ ഈ വീട്ടിലേക്ക് കെട്ടിക്കേറി വന്ന മരുമകള്. പക്ഷെ നിന്നെ എന്റെ നാത്തൂനായിട്ടല്ല, അനുജത്തിയായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നത്. നിനക്ക് വേണ്ടി ഈ വിദ്യ എടുത്ത് എന്തും ചെയ്യും, എന്തും. എനിക്കോ കുട്ടികളില്ല. അതിനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ന് ഗർഭിണിയായ നിന്റെ വയറ്റിൽ വളർന്നിരുന്ന ഈ വീട്ടിലെ ആദ്യ പേരക്കുഞ്ഞിനെയാ വന്ദന ഇല്ലാതാക്കിയത്. നിന്നെ വിഷമിപ്പിച്ചിട്ട് ഇവിടെ ആരും മിടുക്കി കളിക്കണ്ട. ഏട്ടത്തി പറഞ്ഞു വരുന്നത്? അവളെ ഇവിടുന്ന് തുരത്തണം. ഇവിടുന്ന് മാത്രമല്ല, ജഗന്റെ മനസ്സിന്നും. നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി ഈ വിദ്യയെടുത്ത് നിന്നെ സഹായിക്കാം. എങ്ങനെ? പറയാം. ഹരിതേ, ആദ്യം അവൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം. വാ. ഹരിതേ, ഇത് തന്നെ പറ്റിയ അവസരം. അവളെ പൂട്ടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി?
അമ്മ വരില്ല, നീ പേടിക്കാതിരിക്കുക ഹരിതേ. എനിക്കൊരു ടെൻഷൻ പോലെ. ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ മുൻവശത്ത് തന്നെ ഇരിക്കുക. ഇതിലും നല്ല അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. നീ മിണ്ടാതെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി നിന്നാ മതി. വിദ്യാർത്ഥി, വേണോ ഇതൊക്കെ? പേടിക്കാതെ, നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എന്തിനാ ഈ ഫയലൊക്കെ എടുക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.